ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1978. ഇന്ന് മെയ് മാസം 31-ാം തീയതി. ഈ ആണ്ടിലെ 151-ാമത്തെ ദിവസത്തിലെത്തി. അങ്ങനെ 5-ാം മാസത്തിന്റെ അവസാന ദിനമാണ് ഇന്ന്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വിളവിന്റെയും കളയുടെയും ഒക്കെ ഒരു കുഞ്ഞു കഥ യേശു പറയുന്നില്ലേ? കളകളൊക്കെ പറിച്ചു കളയണം, പക്ഷേ വിളവുകൾക്ക് അത് ദോഷമായി മാറരുത്. ഗോതമ്പ് ചെടികൾ കൂടി ഉലഞ്ഞു പോകുന്ന വിധത്തിൽ കളകൾ ചൂടെ പറിച്ചു നിൽക്കാനായിട്ട് ആവേശത്തോടെ ഇറങ്ങി പുറപ്പെടുന്നവർ സത്യത്തിൽ എന്താണ് ഒടുവിൽ നേടുന്നത്? കുറെ കൂടി ബോധപൂർവം തിരുത്തലുകൾ വരുത്താനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണ്ടേ. വിവാഹിതനായിട്ട് 21 വർഷമായി. അപ്പോഴും ഭർത്താവിനെ കുറിച്ച് ഒരു കാര്യത്തിൽ നല്ല പരാതിയുണ്ട് ഭാര്യയ്ക്ക്. പല്ല് തേക്കാൻ പേസ്റ്റ് എടുത്താൽ അത് കൃത്യമായി അടച്ചു വെക്കില്ല. ഇത്രയും കാലത്തെ പരാതി പരിഗണിച്ച് 21-ാമത്തെ വിവാഹ വാർഷിക ദിനം വന്നപ്പോൾ അന്നു മുതൽ നന്നാവാൻ ഭർത്താവ് തീരുമാനിക്കുകയാണ്. ഒരാഴ്ച വളരെ ശ്രദ്ധയോടെ അദ്ദേഹം പല്ല് തേച്ച് പേസ്റ്റിന്റെ അടപ്പൊക്കെ നന്നായി അടച്ചു വെച്ചു. ഭാര്യ അഭിനന്ദിക്കുമെന്ന് കരുതി കാത്തിരുന്നു. നിരാശയായിരുന്നു ഫലം. ഒരു ദിവസം അവൾ ദേഷ്യത്തോട് ചോദിച്ചു, "നിങ്ങളെന്താ ഒരാഴ്ചയായിട്ട് പല്ല് തേക്കാറില്ലേ?" കാര്യങ്ങൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്കിടയിൽ സംഭവിക്കുന്നത്. മാറാനായിട്ട് എല്ലാവർക്കും കഴിയും, പലരും തയ്യാറുമാണ്. അവരെ ഒന്ന് മാറാൻ നമ്മൾ അനുവദിക്കാറുണ്ടോ? ശീലങ്ങളുടെ അടിമകളായി പോകുന്നതിനേക്കാളും ചാർത്തിക്കിട്ടിയ പേരിന്റെ അടിമകളായി ഇങ്ങനെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാ പലരും. ഓർത്തു നോക്കി, എത്ര തിരുത്തിയാലും നന്നായാലും അകപ്പെട്ട ദുഷ്പേരിനുള്ളിൽ നിന്ന് ഒരിക്കലും പുറത്തു കിടക്കാൻ പറ്റാതെ പോവുകയാണ്. അതുകൊണ്ടാണ് മെച്ചപ്പെടാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിലും പലരും അതിന് ശ്രമിക്കാത്തത്. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അനാവശ്യമായ മുൻവിധികളുണ്ട്. ഒന്നും നന്നാവില്ലെന്ന്, ആരും മെച്ചപ്പെടില്ലെന്ന്. ഒരുപക്ഷെ ഇത് അവനവനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവായിരിക്കാം. ഞാൻ ഒരിക്കലും നന്നാവില്ലെന്നും ഞാൻ കുറച്ചുകൂടി ഒരിക്കലും മെച്ചപ്പെടില്ലെന്നും. എന്തായാലും നമുക്കിടയിൽ ക്രിസ്തുയേശു ഉണ്ട് കേട്ടോ. നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. നമ്മളുടെ ഹൃദയവിചാരങ്ങളെയും രഹസ്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും അതിനപ്പുറത്തുള്ളൊരു സ്വകാര്യ ജീവിതത്തെയും ഒക്കെ തമ്പുരാൻ ഉറ്റുനോക്കുന്നുണ്ട്. കുറെ കൂടി ശ്രദ്ധയോടും അനുഭാവത്തോടും അനുകമ്പയോടും കൂടി നമുക്ക് നമ്മളോട് തന്നെ ഇടപഴകാം, ഒപ്പമുള്ളവരെ പരിഗണിക്കാം. ആമേൻ.